തിരുവനന്തപുരത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ അവിടെ ജിബിൻ ജെബിയുണ്ട്. ജിബിൻ, ഭക്തർക്കൊക്കെ എന്താണ് പറയാനുള്ളത് ഇന്ന് ഈ വിഷു ദിനത്തിൽ? മോത്തി, ഇപ്പോൾ നമ്മുടെ പൂജപ്പുര എന്നുള്ള ഒരു 6ാം ക്ലാസ് വരെ കാശിയും കൂടി പോകണം ഇപ്പോൾ നമ്മുടെ ഉള്ളത്. കാശി, ഈ വിഷുദിനമായിട്ട് കണി കണ്ടത് എവിടെയാണ്? ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടാണോ? ആദ്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് വന്നത്. എന്നിട്ട് ഇനിയിപ്പോ മറ്റുള്ള അമ്പലങ്ങളിൽ പോകണം. എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? പഴവങ്ങാടി അല്ലേ? കൈനീട്ടം കിട്ടിയോ? പോയി. കിട്ടി. ആരാണ് കൈനീട്ടം തന്നെ? ആദ്യം തന്നെ അമ്മയാണ്. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഈ വിഷുവായാലും ഓണമൊക്കെ ആയിരുന്നാലും ആദ്യം എത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണല്ലേ? അതെ അതെ. ഈ കുട്ടിക്കാലം മുതൽ ഇവിടെ എത്താറുണ്ടോ? എത്താറുണ്ട്. ഈ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായി ഒരു വിഷുപാട്ട് പാടുന്ന ആരാണ്? കാശ് പാടും, അമ്മ പാടും? പഠിക്കോ? കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എന്തായാലും മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാശിയും കാശിയുടെ അമ്മയും ചേർന്ന് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇനി അവർ പോകാൻ പോകുന്നത് പഴവങ്ങാടി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ യാത്ര കിടക്കട്ടെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ദർശനത്തിന്റെ സമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷുക്കണി ദർശനമായിരുന്നു രാവിലെ 3 മണി മുതൽ 5 വരെ നടന്നു. അതിനുശേഷം ഇപ്പോൾ അഭിഷേകത്തിന്റെയൊക്കെ സമയമാണ്. ഇനി പ്രവേശനം, ഭക്തർക്കകത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് 8:30 മുതൽ ആരംഭിക്കും. 8:30 മുതൽ 11:30 വരെയും 11:15 വരെയും അതിനുശേഷം 11:30 മുതൽ 12 വരെയുമായിരിക്കും അകത്തേക്ക് ദർശനത്തിനായുള്ള ഒരു സമയം അനുവദിച്ചിരിക്കുക. നമുക്ക് ഈ പ്രതികരണങ്ങൾ എടുപ്പോൾ തന്നെ ഇപ്പോൾ കാശി ഒരു കുടുംബത്തെയും കിട്ടി. മലയാളികൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തുന്നത് വളരെ അപൂർവമായിട്ടാണ്. കൂടുതലും ഇപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതും അതിനകത്ത് ഒരുക്കിയിരിക്കുന്ന വിഷുക്കണി ദർശനം കാണാനായും ഏറ്റവും അധികം എത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യക്കാരും മറ്റ് അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള സ്വദേശികളാണ് ഇങ്ങോട്ടേക്ക് വിഷുക്കണി ദർശനത്തിനായി കൂടുതലും എത്തിക്കൊണ്ടിരിക്കുന്നത്. മുത്തി. ശരി ജിബിൻ.